വാടക കിട്ടിയില്ലെങ്കിലും ഇൻകം ടാക്സ് അടക്കേണ്ടി വരും എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കിതൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. രാജേഷ് എന്നൊരു വ്യക്തിക്ക് 3 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ആദ്യത്തെ 2 ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. മൂന്നാമത്തെ ഹൗസ് പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തേക്കാണ്. ആദ്യത്തെ 2 മാസങ്ങളിൽ വാടക കൃത്യമായിട്ട് ലഭിച്ചു. എന്നാൽ ബാക്കിയുള്ള മാസങ്ങളിൽ വാടകക്കാരൻ വാടക കൊടുത്തില്ല. ഈ കിട്ടാത്ത വാടകയ്ക്ക് രാജേഷ് ഇൻകം ടാക്സ് അടക്കേണ്ടി വരുമോ? ഇത് നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് കാണിച്ച് ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് വെറുതെ നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഇതിൽ ചില നിബന്ധനകൾ നമ്മൾ പാലിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു സിനാരിയോ എടുക്കാം. ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞേക്കുന്നത് 2ൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ വാടക കിട്ടുന്നില്ലെങ്കിൽ പോലും മൂന്നാമത്തെ ഹൗസ് പ്രോപ്പർട്ടി ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ടാണ് കണക്കാക്കുക. അതായത് അത് വാടകയ്ക്ക് കൊടുത്തതായിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ അതിന്റെ ആനുവൽ വാല്യൂ കണക്കാക്കി അതിന് ഇൻകം ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ആക്ടിലെ നിയമവശങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ITR ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. ഇതുപോലെയുള്ള കണ്ടന്റ്സിനായി ഫോളോ ചെയ്യൂ.